നമ്മളിന്നും നിങ്ങളുടെ പേഴ്സണൽ മെസ്സേജസ് എടുക്കും അല്ലേ? ഇന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇന്ന് ഒറാക്കിളും ഉണ്ട്, ടൈറോയും ഉണ്ട്. ഞാനിന്ന് ഇടയിൽ നിന്നല്ലാതെ കൈ കിട്ടിയതൊക്കെ അങ്ങ് എടുത്തു. കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ടാരോ, ഓക്കെ, ആദ്യം ഒറാക്കിൾ നോക്കാം കേട്ടോ. നെഗ്ലെക്റ്റ്, ഐ ഫെയിൽഡ് ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ അവർ മീറ്റ് ചെയ്തില്ല, അതിനവർ റിഗ്രറ്റ് ഉണ്ട് കേട്ടോ. അവർക്ക് റിഗ്രറ്റ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. സോൾ ടൈ, ഐ ഓൾവേസ് ഫീൽ കണക്റ്റഡ് ടു യു. നിങ്ങളുടെ ഇടയിൽ ഒരു സോൾ ബന്ധമുണ്ട്, ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. നിങ്ങളെ വിളിച്ച് സംസാരിച്ച് നിങ്ങളുടെ ശബ്ദം കേൾക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ നിന്നും മൂവ് ഓൺ ചെയ്യാൻ അവർ ശ്രമിക്കുകയാണ്. ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്. നിങ്ങളുടെ സ്നേഹത്തിന് അവർക്ക് പകരം വയ്ക്കാനായിട്ടൊന്നുമില്ല. ഐ ഹാവ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇൻറ്റൻസ്. ഇത്രയും ഇൻറ്റൻസായിട്ടൊരു സ്നേഹം അല്ലെങ്കിൽ ഒരു പാഷൻ അവർക്ക് ഇതുവരെയും ഫീൽ ചെയ്തിട്ടില്ല. ഐ വാസൻറ്റ് ഹാപ്പി ദ വേ തിങ്സ് വർ ഗോയിങ്. അവർ മൊത്തത്തിലുള്ള സിറ്റുവേഷനിൽ അത്ര സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല, ഹാപ്പി ആയിരുന്നില്ല കേട്ടോ. ബീൻ അവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി. നിങ്ങളിൽ നിന്ന് വിട്ട് നിന്ന ആ സമയമുണ്ടല്ലോ, ആ സമയത്ത് അവർക്ക് ആലോചിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി ഒരു ക്ലാരിറ്റി അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ഐ സീ യുവർ സൈഡ് ഓഫ് ദ സ്റ്റോറി. നിങ്ങളുടെ ഭാഗം അവർ മനസ്സിലാക്കുന്നു എന്നാണ് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി ടാരോ എന്ത് പറയുന്നു നോക്കാം. ദി എംപ്രസ്, 2 ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് കപ്സ്, 2 ഓഫ് വാൻഡ്സ്, ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 8 ഓഫ് പെൻഡക്കിൾസ്. ജോലിയിൽ തിരക്കിലാണ് എന്ന് പറയുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ എംപ്രസ് സാന്നിധ്യമാണെങ്കിലും ഇപ്പോൾ അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. ഓക്കെ, 2 സിറ്റുവേഷൻസിൽ പെട്ട് ജഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നു. 2 ഓഫ് പെൻഡക്കിൾസും 2 ഓഫ് വാൻഡ്സും ഉണ്ട് കേട്ടോ. ക്രോസ് റോഡ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം, അതിൻ്റെ ഒപ്പം തന്നെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കുമാണ് എന്ന് കാണുന്നു. പേജ് ഓഫ് കപ്സ് വെച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ അവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. മാനസികമായിട്ട് ആലോചിച്ചാൽ പോലുള്ള ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടേ അല്ലേ. 8 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്വീൻ ഓഫ് പെൻഡക്കിൾസ്. ജോലി സംബന്ധമായ റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്, അതിൽ കുറച്ച് ബിസിയാണ്. ഫ്രീ ആവുന്ന സമയത്ത് അവർ കോൾ ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ. എന്ന് വെച്ചാൽ നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒറ്റ വയ്ക്കാൻ പറ്റാത്തൊരു വ്യക്തി തന്നെയാണ്. ഓക്കെ, പക്ഷെ അറ്റ് പ്രസൻറ്റ് അവരുടെ അറ്റൻഷൻ ഡിവൈഡഡ് ആയി പോയിരിക്കുകയാണ് കേട്ടോ. വേറെ കാര്യങ്ങളിലേക്ക് വ്യാപൃതരായിരിക്കുകയാണ്. അതിനുശേഷം ഫ്രീ ആവുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഫാമിലി കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഫാമിലിക്കും അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. റെസ്പോൺസിബിലിറ്റീസിലേക്ക് അറ്റൻഷൻ കൊടുക്കേണ്ട ഒരു സ്ഥിതിയാണ്. ആ റെസ്പോൺസിബിലിറ്റീസിൽ നിന്നും ഫ്രീ ആവുന്ന സമയത്ത്, തിരക്കുകളിൽ നിന്നും ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങളെ വിളിക്കാം എന്നാണ് അവർ പറയുന്നത് ബേസിക്കലി. ഓക്കെ.